ഈ അടുത്ത് ഒരു സ്ത്രീ നിമിഷപ്രിയ, സുബ്ഹാനല്ലാഹ്, നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ അങ്ങകലെ യമനിൽ ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞു എന്ന് പത്ര റിപ്പോർട്ടിൽ നമ്മൾ കാണും. ഇരിക്കട്ടെ, നമ്മൾക്ക് വസ്തുതയും യാഥാർത്ഥ്യമൊന്നും നമ്മൾ നേരിൽ പോയി കണ്ടതല്ല. ഏതായിരുന്നാലും ശരി, ആ സ്ത്രീയെ കൊന്നുകളയാൻ വേണ്ടി അവിടുത്തെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം അവിടെ കോടതി വിധിക്കുന്നു. ആ സ്ത്രീയെ കൊലയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കേരളത്തിലെ മാതൃകായോഗ്യരായ പണ്ഡിതർ സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവറുകൾ, മഹാനവറുകൾ അതിനുവേണ്ടി പരിശ്രമം നടത്തി. അപ്പോൾ ചിലർ, അതായത് 99% ആളുകളും സംഘടനാ സങ്കുചിതത്വമില്ലാത്ത എല്ലാവരും, എല്ലാ മതക്കങ്ങളും എല്ലാ പാർട്ടിക്കാരും ഉസ്താദിനെ പുകഴ്ത്തി പറയും. എന്നാൽ ഒരു ചെറിയ ന്യൂനപക്ഷം അവർ ചില സംശയങ്ങൾ ചോദിക്കുന്നു. കൊലയാളിയായ ഒരു പെണ്ണിനെ രക്ഷപ്പെടുത്താൻ ഒരു പണ്ഡിതൻ പറയുന്നത് ശരിയാണോ? അങ്ങനെയാണല്ലോ ഇപ്പോ ഈ ബസറയിലേക്ക് ഈത്തപ്പഴം കയറ്റുന്ന ചില ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ വിവരമുള്ളവരെ ചോദ്യം ചെയ്യുന്ന കുറെ വിവരം കെട്ട ആളുകൾ ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇരിക്കട്ടെ, വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ് ആ ആശയം ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്ക്, മുസ്ലിം പണ്ഡിതന്മാർക്ക് ലഭ്യമാകുന്നത്. നബി തങ്ങളുടെ കാലത്ത് ഒരു വ്യക്തിയെ കൊന്നുകളഞ്ഞപ്പോൾ ആ കൊന്ന കാര്യം സ്വയം തന്നെ സമ്മതിച്ചു കൊലയാളി. അദ്ദേഹത്തെ വധിക്കാൻ വിധിക്കപ്പെടാനുള്ള എല്ലാ സംഗതിയും നടന്നു. അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട സഹോദരനോട് നിങ്ങൾ അദ്ദേഹത്തിന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസിൽ നമുക്ക് കാണാം. പക്ഷേ അദ്ദേഹം തയ്യാറാകാതിരുന്നപ്പോൾ, എന്നാൽ നിങ്ങൾക്ക് വധിക്കാം, പക്ഷേ നിങ്ങൾ നരകത്ത് കിടക്കും കേട്ടോ എന്ന് പറഞ്ഞതും കാണാം. അതെന്ത് നരകത്ത് കിടക്കുന്നത് അനുവദനീയമായ സംഗതിയില്ലേ? അയാളെ സഹോദരനെ കൊന്നതിന്റെ പേരിലല്ലേ? അവിടെ ഇമാമിയങ്ങൾ വിശദീകരിച്ചു, കൊല്ലുന്ന വകയിലല്ല നരകത്ത് കിടക്കുന്നത്, അള്ളാഹുവിന്റെ റസൂലിന്റെ റെക്കമെൻഡ് സ്വീകരിക്കാത്തത് കൊണ്ടാണ്. മറ്റത് വിധിയാണ്, ഇത് റെക്കമെൻഡാണ്. ഒരു റെക്കമെൻഡ് ചെയ്യുമ്പോ റെക്കമെൻഡ് ചെയ്ത ആള് ആരാണ് എന്ന് പരിഗണിക്കൽ ആവശ്യമാണ്. നബി തങ്ങളുടെ വാക്ക് പരിഗണിക്കാത്തതിന്റെ പേരിലാണ് അദ്ദേഹം നരകത്തിൽ കിടക്കുമെന്ന് പറഞ്ഞത്. അവിടെ അദ്ദേഹം കൊലയാളിയല്ലേ എന്നല്ലല്ലോ നബി തങ്ങൾ ചിന്തിച്ചത്. കാരണം കൊന്നവനെ പകരം കൊന്നതുകൊണ്ട് കൊല്ലപ്പെട്ട ആള് തിരിച്ചു വരുമോ? ഇല്ല. ഇദ്ദേഹം